ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ്. നല്ല പരിപ്പ് പോളയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്നാക്സിന്റെ റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അവധിക്കാലത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല നല്ല ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പം ഈ ഒരു പോള റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കാതെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ട് അത് 5-6 വിസിലൊക്കെ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിത് 2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനത്തെ നമ്മുടെ കടലപ്പരിപ്പ് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല. ഇതിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് 1-2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണമെന്നില്ല. നമ്മുടെ ഈ പോള മധുരമുള്ള പോളയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം 1-2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്കതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് കോഴിമുട്ടയാണ്. 5 കോഴിമുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുട്ടയുടെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിനായിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ 2-3 ഏലക്കായോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ സോസ് പാനിലാണ് ചെയ്തിരിക്കുന്നത്. സോസ് പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതേ റെസിപ്പി നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റാണ് ഇത് ടോട്ടൽ ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ സമയമെടുക്കുക. പിന്നെ ചില അടുപ്പിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിത് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അങ്ങനെ ഇതാ ഞാൻ 25 മിനിറ്റ് കുക്ക് ചെയ്ത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണിത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക.